സോ ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ആദ്യം തന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് നോക്കാം. യെസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അറിയുന്നതിന് മുമ്പായി തന്നെ ആദ്യം വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കാം. ഓക്കെ, Waves are classified into two. One is transverse wave and another is longitudinal wave. ഒന്ന് ട്രാൻസ്ഫിയസ് വേവും പിന്നെ അതേപോലെ തന്നെ മറ്റേത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മുടെ എൻവിറോൺമെന്റിൽ നമുക്ക് ഇതുപോലെ എന്ത് കാണാൻ സാധിക്കും? യെസ്, വേവ്സ് പല രീതിയിൽ കാണാൻ സാധിക്കില്ലേ? യെസ്, ഒരു വേവ് മോഷൻ ഈ ഒരു ഡയറക്ഷനിലാണ് വിചാരിക്കും. പക്ഷെ ആ വേവിലുള്ള പാർട്ടിക്കിൾസ് എല്ലാവരും പെർപെൻഡിക്കുലറായി വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ട്രാൻസ്ഫിയസ് വേവ് എന്ന് വിളിക്കും. പിന്നെ അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ് മോഷൻ ഇതേ ഡയറക്ഷനിലാണ്, പക്ഷേ അതേ ഡയറക്ഷനിലായിരിക്കും ആരുടെ മൂവ്മെന്റ്? യെസ്, വേവ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്. അതുകൊണ്ട് ഈ ഒരു വേവ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? യെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കും. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിവേഗം തന്നെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുക. സോ ആദ്യം തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. യെസ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് എ കറണ്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. ഓക്കെ, യെസ്, അതാണ് മാക്സ്വെൽസ് എക്സ്പെരിമെന്റ്. നമുക്കറിയാം, ഒരു ചേഞ്ച്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം, അല്ലെ? യെസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം അവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും? അതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. യെസ്, നമ്മുടെ ചാപ്റ്റർ 4ൽ നമ്മൾ ഒരു ആംപീരിയൻ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഇക്വേഷൻ പഠിച്ചിരുന്നു. യെസ്, ഒരു ലോ പഠിച്ചിരുന്നു അല്ലേ? യെസ്, ആ ലോ ആയിട്ട് ബേസ് ചെയ്തിട്ടൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നടത്തുന്നത്. ഇത് ആരാണ് നടത്തുന്നത്? യെസ്, മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നടത്തുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്തു. ഓക്കെ, യെസ്, വി ആർ നൗ കൺസിഡറിങ് എ കപ്പാസിറ്റർ വിത്ത് എ കപ്പാസിറ്റൻസ് സി ഓൺ ഇറ്റ്. സോ ഞാൻ ഇവിടെ ഒരു ബാറ്ററിയൊക്കെ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക കേട്ടോ. യെസ്, ഒരു ബാറ്ററിക്ക് ഞാൻ ഈ ഒരു ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റർ. ഞാൻ മെല്ലെ അതിലേക്ക് എന്ത് കൊടുത്തു? യെസ്, ഒരു ഐ എമൗണ്ട് ഓഫ് കറണ്ട് കൊടുത്തു. അപ്ലൈങ് ആൻ ഐ എമൗണ്ട് ഓഫ് കറണ്ട് ടു ദ കപ്പാസിറ്റർ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? യെസ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് പോലെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഒരു ബ്ലൂ കളറിൽ കാണിക്കാം. യെസ്, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. കാരണം ഇവർ പോസിറ്റീവ് ചാർജ്, ഇവർ നെഗറ്റീവ് ചാർജ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൾവേസ് ട്രാവൽസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ഇത്ര ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടി. യെസ്, അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോകണം? യെസ്, നമ്മുടെ ആംപീരിയൻ സർക്യൂട്ടൽ ലോ ഒന്ന് കൺസിഡർ ചെയ്യാൻ പോകണം, അതായത് യൂസ് ചെയ്യാൻ പോവുക. നമുക്കറിയാം, ആംപീരിയൻ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ, ഓക്കെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I. ഓക്കെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 I എന്ന് വരും. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ആംപീരിയൻ സർക്യൂട്ടൽ ലോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്ത പോലെ ഇവിടെ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. നമ്മൾ ആദ്യത്തെ ആംപീരിയൻ ലൂപ്പ് ഇതൊന്ന് മായ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, മായ്ച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ആംപീരിയൻ ലൂപ്പ് കൊടുത്തു. ഓക്കെ, ഇവിടെ ആയിട്ട് ഒരു ആംപീരിയൻ ലൂപ്പ് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ആംപീരിയൻ ലൂപ്പ് കൊടുത്തു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ആംപീരിയൻ ലൂപ്പ് കൊടുത്തു.
ഇലക്ട്രിക് ഫീൽഡും വരയ്ക്കാം. ഓക്കെ ഓക്കെ ഒരു ഭാഗത്തായിട്ട് ആംപീരിയൻ ലൂപ്പ് കൊടുത്ത് രണ്ട് ഭാഗത്തായിട്ട്. യെസ്, നമ്മൾ ഈ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ എന്ത് ഒഴുകുന്നുണ്ട്? യെസ്, കറണ്ട് ഒഴുകുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്തു? യെസ്, കറണ്ട് കൊടുത്തിരുന്നു. യെസ്, ഈ ബാറ്ററി കൂടെ. അപ്പൊ ഈ ഒരു ആംപീരിയൻ ലൂപ്പിൽ കൂടെ എന്ത് ഒഴുകുന്നുണ്ട്? ശരിക്കും കറണ്ട് ഒഴുകുന്നുണ്ട് അല്ലേ? യെസ്, ഓക്കെ, ഇതിലൊരു സംശയമില്ല. അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ആദ്യത്തെ ആംപീരിയൻ ലൂപ്പിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് ബിറ്റ്വീൻ ആയിട്ട് വെച്ചിരുന്ന ഈ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തിരുന്ന ഈ ഒരു ആംപീരിയൻ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ടോ? ഉണ്ടാവുമോ? ഇല്ല. കാരണം ഇതൊരു കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും കറണ്ട് ഒഴുകും? സോറി, ബിറ്റ്വീൻ ആയിട്ട് കറണ്ട് ഒഴുകില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു കറണ്ട് ഇല്ല. ഓക്കെ, ഇനി ഈ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതുമായി തൃപ്തികരമല്ലായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് തൃപ്തികരമല്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചു. ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്ന ഉപകരണം അദ്ദേഹം ഈ ഒരു ആംപീരിയൻ ലൂപ്പിന്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോ ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്തു? യെസ്, ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ അവിടെ മനസ്സിലായി അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതേ മാഗ്നറ്റിക് കോമ്പസ് ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചു, ഈ ഒരു ആംപീരിയൻ ലൂപ്പിന്റെ അവിടെ കൊണ്ടുവച്ചു. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, മാഗ്നറ്റിക് ഒരു കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം ഇവിടെയും എന്തുണ്ട്? യെസ്, ഒരു ഇതില്ലേ? യെസ്, മാഗ്നറ്റിക് ഫീൽഡില്ലേ? യെസ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ചാർജ് ഉണ്ടെങ്കിലല്ലേ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ അല്ലേ? യെസ്, ഇവിടെ ഒരു ഇവിടെ കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. യെസ്, ഇവിടെ കറണ്ട് ഉണ്ട്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷെ കറണ്ട് ഇല്ല. ഈ ഒരു കാരണത്താൽ അദ്ദേഹം ഒരു കറണ്ട് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ, നമ്മുടെ ഈ കണ്ടക്ടർ ഒഴുകുന്ന ഒരു കറണ്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? യെസ്, എന്താക്കിയെടുത്തു? IC, കണ്ടക്ടിങ് കറണ്ട് എന്ന് കൊടുത്തു. പക്ഷെ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയിലും ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു കറണ്ടിനെ മാക്സ്വെൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിച്ചു. ഇതെങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഈ ഒരു മാക്സ്വെൽ എക്സ്പെരിമെന്റിൽ. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമോ? ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തത് ചേഞ്ചിങ് ആണോ അല്ലയോ? ചേഞ്ചിങ് ആണ്. കാരണം ഇപ്പോ ഒരു ഇൻസ്റ്റന്റ്, ഒരു സെക്കൻഡിൽ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവില്ല. ഒരു കപ്പാസിറ്ററിന് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ ചാർജും സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. ഒരു കാരണത്താൽ മെല്ലെ 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 ഇലക്ട്രിക് ഫീൽഡ് മെല്ലെ മെല്ലെ ചെയ്ത് മെല്ലെ മെല്ലെ ആ ഒരു ചാർജ് ഈ ഒരു കപ്പാസിറ്ററിൽ എന്ത് ചെയ്യുള്ളൂ? യെസ്, സ്റ്റോർ ആവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എന്തും മാറും? യെസ്, ഇലക്ട്രിക് ഫീൽഡ് മാറും. ഇലക്ട്രിക് ഫീൽഡ് വേരിയബിളോ? അപ്പോൾ ഒരു വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്? യെസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അത്രേ ഉള്ളൂ മാക്സ്വെല്ലിന്റെ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിലേക്ക് ഒന്ന് കടന്നാലോ? യെസ്, സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആൾസോ നോൺ ആസ് ID എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എങ്ങനെ ഉണ്ടായി? യെസ്, ചേഞ്ചിങ് ഇലക്ട്രിക് ഫ്ലക്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടായി. നമ്മൾ പറഞ്ഞിരുന്നു അവിടെ മെല്ലെ മെല്ലെ ചാർജ് സ്റ്റോർ ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മെല്ലെ വേരിയബിൾ ആവും. അപ്പോൾ അതിനനുസരിച്ച് എന്തുവാകും? യെസ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അവിടെ ഫോം ആവും. ഓക്കെ, യെസ്, സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നമ്മൾ എന്ത് വിളിച്ചു? ID എന്ന് വിളിച്ചു. ഈ IDക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ID ഈസ് ഈക്വൽ ടു ε0. ഞാൻ ഇവിടെ എഴുതാം. ഈ IDയുടെ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ID ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു d∅e ബൈ d∅e ബൈ dt. ഈ ഇക്വേഷൻ എവിടെ നിന്ന് വന്നു? നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഫോം ആവുന്നത്. യെസ്, ഫ്ലക്സ് കാരണം. ഇവിടെ നമുക്ക് ഫ്ലക്സ് ഉണ്ട്, ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഉണ്ട്.
എത്രത്തോളം ഫ്ലക്സിന് വേരിയബിലിറ്റി വരുന്നു അത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഫോം ആവുകയല്ലേ. അത്രേ ഉള്ളൂ. എത്രത്തോളം വേരിയബിൾ ഫ്ലക്സ് ഉണ്ടാവുന്നു അത്രത്തോളം എന്തുണ്ടാവുന്നു? യെസ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് രണ്ടും പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് കോൺസ്റ്റന്റ് ആയിട്ട് എപ്സിലോൺ വെച്ചു. ഇത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മെല്ലെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഓക്കെ, യെസ്. ഫസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എ കൺവെൻഷണൽ കറണ്ട്. ഇത് ഒരു കൺവെൻഷണൽ കറണ്ട് അല്ല. കാരണം നമുക്കറിയാം, ബിക്കോസ് ഇറ്റ് ഓൺലി പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു കൺവെൻഷണൽ കറണ്ട് അല്ല. കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസിനെയാണ് പറയുക. കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ്, ഫ്ലോ ഓഫ് സി എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്തോ ആയിക്കോട്ടെ. യെസ്, ഫ്ലോ ഓഫ് ചാർജസിനെയാണ് എന്ത് പറയാം? കൺവെൻഷണൽ കറണ്ട് എന്ന് പറയും. പക്ഷേ ഇവിടെ ഫ്ലോ ഓഫ് ചാർജ് ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ആയിട്ടുള്ളൂ. നമുക്കറിയാം ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അവിടെ എന്തില്ല? യെസ്, ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു കൺവെൻഷണൽ കറണ്ട്, അതായത് ചാർജിന്റെ ഒഴുക്ക് കാരണം ഉണ്ടാവുന്ന കറണ്ട് ആണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ആവുള്ളൂ, മറിച്ച് ഇലക്ട്രോൺ ഫ്ലോ കപ്പാസിറ്ററിന്റെ ഇടയിൽ നടക്കണമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊരെണ്ണം മനസ്സിലായി. യെസ്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ചേഞ്ചിങ് ഓർ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ്. ചേഞ്ചിങ് അഥവാ വേരിയബിൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമല്ലേ ഇതുണ്ടാവുന്നു? യെസ്, നമ്മൾ പറഞ്ഞു. യെസ്, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അണ്ടർ സ്റ്റഡി കണ്ടീഷൻസ്. സ്റ്റഡി കണ്ടീഷൻസ് ഇത് എപ്പോഴെങ്കിലും ഫോം ആവില്ല. ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഈക്വലായി നിന്നാൽ വല്ലതും ഫോം ആവില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. യെസ്. ഇനി നമ്മൾ ആംപീരിയൻ സർക്യൂട്ട് ലോ പറഞ്ഞു അല്ലേ? ഈ ആംപീരിയൻ സർക്യൂട്ട് ലോ മാക്സ്വെൽ ഒന്ന് മോഡിഫൈ ചെയ്തു. എങ്ങനെ മോഡിഫൈ ചെയ്തു? അങ്ങനെ നോക്കൂ. യെസ്, നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ, ഒന്നുകൂടി നന്നായി, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആണെന്ന് നമുക്കറിയാം. ഈ കപ്പാസിറ്ററിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ആരൊഴുകുന്നുണ്ട്? കറണ്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല. എന്ത് കറണ്ട് ഒഴുകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒഴുകുന്നു, ഐ ഡി അല്ലേ? യെസ്. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസിക്കൽ മ്യൂ 0 ഐ, അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആംപീരിയൻ ലോ. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? യെസ്, നോക്കിക്കോളൂ, നമ്മൾ ജസ്റ്റ് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവുകയാണ്. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ സി എന്ന് കൊടുത്തു. അതെന്താ ഈ ഐ സി? യെസ്, കണ്ടക്ഷൻ കറണ്ട്, അതായത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് സർക്യൂട്ടിലൂടെ, പ്ലസ് ഒരു ഐ ഡി. അതായത് ഈ ഐ ഡി, യെസ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ മോഡിഫൈ ചെയ്തു. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസിക്കൽ ടു മ്യൂ 0 ഐ സി പ്ലസ് ഐ ഡി. ഓക്കെ, ഇതില് ആരാണ്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐ ഡി ആണ്, പിന്നെ അതേപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ട് ഐ സി ആണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാലോ? ഈ ഐ ഡി ആരാണ്? നമ്മൾ മുമ്പ് പഠിച്ചു, യെസ്, കുറച്ച് മുമ്പ് പഠിച്ചു, എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ മാക്സ്വെല് നമ്മുടെ ആംപീരിയൻ സർക്യൂട്ടൽ ലോയെ മാറ്റി എഴുതി എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബി ഡോട്ട് ഡി എൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ സി പ്ലസ് എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. ഓക്കെ, ഫ്ലക്സിന്റെ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആംപീരിയൻ സർക്യൂട്ടിലെ മോഡിഫിക്കേഷൻ. ആര്? മാക്സ്വെൽ ചെയ്തു. ഓക്കെ, യെസ്. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. ഓക്കെ, യെസ്. വാട്ട് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? നമുക്ക് വായിക്കാം. വേവ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ.
ഓക്കെ, നമ്മൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എടുത്തു. ആ പാർട്ടിക്കിളിന് വേരിയബിൾ വെലോസിറ്റിയാണ്. വേരിയബിൾ വെലോസിറ്റി എന്ന് വെച്ചാൽ ആക്സിലറേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ആണ്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂലം പ്രൊഡ്യൂസ് ആകുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഈ ഓസിലേറ്റിംഗ് ചാർജസ് ഉണ്ടല്ലോ, ഈ ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിള് ഓസിലേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിള് ആരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? യെസ്, എങ്ങനെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ആവണമെന്നാണ് പറയുന്നത്. യെസ്, ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിള് എന്ത് ചെയ്യും? യെസ്, ഇലക്ട്രിക് ഫീൽഡ്, അതായത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും എന്ത് ചെയ്യും? യെസ്, പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവും. ഇതിന്റെ ഒരു ചെറിയൊരു ഗ്രാഫാണ്, ഒരു ചെറിയൊരു ഡയഗ്രാം ഞാൻ കൊടുത്തിരിക്കുകയാണ്. യെസ്, OC, ദാറ്റ് ഈസ് ഓസിലേറ്റിംഗ് ചാർജ്. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. OC, ഓസിലേറ്റിംഗ് ചാർജ്. ഓസിലേറ്റിംഗ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? യെസ്, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആരെ പ്രൊഡ്യൂസ് ചെയ്യും? യെസ്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പഠിച്ചിരുന്നു. യെസ്, ഓസിലേറ്റിംഗ് ചാർജ്, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മൂന്നും പ്രൊഡ്യൂസ് ആയി. ഇനി ഈ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ സ്വന്തം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ഓസിലേറ്റിംഗ് ചാർജസ് ഉണ്ട്. ഈ ഓസിലേറ്റിംഗ് ചാർജസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെ? യെസ്, ആദ്യം അവർ ഓസിലേറ്റിംഗ് ചാർജസ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ഓക്കെ, ഇനി നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓസിലേറ്റിംഗ് ചാർജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേഷന് വേണ്ടി ഒരു മീഡിയത്തിനെയും എന്ത് ചെയ്യുന്നില്ല? യെസ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ എങ്ങോട്ടാണ്? യെസ്, ഇങ്ങോട്ടാണ് വിചാരിക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇത് എങ്ങോട്ടാണ്? അപ്പോൾ ഞാൻ കൂടി നന്നായി വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇത് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ വേവിന്റെ പ്രൊപ്പഗേഷൻ ഇതാ ഈ ഒരു ആക്സിസിലായിരിക്കും. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെയാണ് വിചാരിക്കും. അപ്പോൾ ഇത് എന്താണ്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ, സോറി, ഇത് യെസ്, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവില് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരിക? യെസ്, ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അതിലാണ് ഇതാ ഈ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? യെസ്, ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു ഇത് റെപ്രസെന്റേഷൻ. ഓക്കെ, യെസ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും സെയിം ഫേസിലായിരിക്കും. ഇപ്പോൾ ഒരാൾ മാക്സിമയിൽ എത്തുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് മാക്സിമയിൽ എത്തുകയാണെങ്കിൽ ആരും മാക്സിമയിൽ എത്തും? യെസ്, മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമയിൽ എത്തും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മിനിമയിൽ എത്തുകയാണെങ്കിൽ യെസ്, മാഗ്നറ്റിക് ഫീൽഡ് മിനിമയിൽ എത്തും. ഇനി ഇത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് എന്ന് വിളിക്കാം, കാരണം ഇവരെല്ലാവരും പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലല്ലേ. യെസ്, വേവിന്റെ പ്രൊപ്പഗേഷൻ ഇങ്ങടാണ്, പക്ഷെ പാർട്ടിക്കിൾസ് അഥവാ വേവ്സ് ഒക്കെ ഇങ്ങടാണ്. യെസ്, പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലാണ്. അത്രയും. യെസ്, ഇനി നമ്മൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ, നമ്മൾ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ആരൊക്കെയുണ്ട്? യെസ്, ഇലക്ട്രിക് ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെയും എന്തിൽ? യെസ്, ടേംസിൽ നമ്മൾ ആരുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്? യെസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക്
ഇങ്ങനെ ഇ ഇസ് ഈക്വൽ ടു ചെറുതാക്കി എഴുതാം. ഇ ഇസ് ഈക്വൽ ടു E0 സൈൻ kx മൈനസ് ഒമേഗ ടി. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ. ഇനി അടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ബി ഇസ് ഈക്വൽ ടു B0 സൈൻ kx മൈനസ് ഒമേഗ ടി. ഇതാരുടെ ടേംസിൽ? യെസ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസിൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, നമ്മൾ നോക്കുക, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുക ഏത് ആക്സിസിൽ? യെസ്, പോസിറ്റീവ് സെഡ് ആക്സിസ്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഇവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. സോറി, ഇവിടെ ഞാൻ മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇതിനർത്ഥം നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷനിൽ, പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷനിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരിക്കും വരിക, കെ എക്സ് പ്ലസ് അല്ല. പക്ഷെ അതേസമയം ഞാൻ ഇവിടെ നെഗറ്റീവ് എടുത്താലോ? നെഗറ്റീവ് എടുത്താൽ എനിക്ക് ഇത് അവിടെ പോസിറ്റീവ് ആണ് ഞാൻ ഇവിടെ എഴുതുക. ഓക്കെ, ആ ജസ്റ്റ് ഒന്ന് കാര്യം ഓർത്തിരുന്നാൽ മതി. നെഗറ്റീവ് സെഡ് ആക്സിസ് ആണെങ്കിൽ പോസിറ്റീവ് കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇനി പോസിറ്റീവ് സെഡ് ആക്സിസ് ആണെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇവിടെ അതേ കേസ് തന്നെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ഇതേ കേസ് തന്നെ. ഓക്കെ, ഇനി വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി എന്താണ്? യെസ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി ഡെൻസിറ്റി എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് are stored in an oscillating or variable electric and magnetic field. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി അതിന്റെ വേരിയബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലും അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് ചെയ്യുക? യെസ്, സ്റ്റോർ ചെയ്ത് വെക്കുക. കപ്പാസിറ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലാണ് എന്ത് ചെയ്ത് വെച്ചത്? യെസ്, ഇത് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചത്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് ഫീൽഡിലും പിന്നെ അതേപോലെ തന്നെ യെസ് മാഗ്നറ്റിക് ഫീൽഡിലും എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി എമൗണ്ട് ഓഫ് എനർജി കൺട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് എനർജി കൺട്രിബ്യൂഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന എനർജി അത്രത്തോളം ആയിരിക്കും ആര്? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന എനർജി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലും പഠിച്ചിട്ടുണ്ട്. ഒരു മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് തോന്നുന്നു. യെസ്, യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലൺ 0 ഇ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് ആരുടെ കേസിൽ? യെസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡിന്റെ, മാഗ്നറ്റിക് ഫീൽഡ് യു ബി എന്ന് കൊടുത്തു. അത് 1/2 μ0 ബി സ്ക്വയർ. ഓക്കെ, യെസ്, ഇത് രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യു ഇ അതായത് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ആര്? യെസ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഹാഫ് എപ്സിലൺ 0 ഇ സ്ക്വയർ. പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഹാഫ് μ0 ബി സ്ക്വയർ, 1/μ0 ബി സ്ക്വയർ. ഓക്കെ, യെസ്. ഇനി നമ്മളൊന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു എന്ത്? നമ്മൾക്ക് ഇത് ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി. ഇത് രണ്ടും എന്തുതന്നെയാണ്? യെസ്, യു തന്നെയാണ്. ഇതിൽ വേറെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വേരിയേഷൻ ഇല്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് എത്രത്തോളം ഈ ഒരു ഇക്വേഷനുകളിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി കൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡും കൺട്രിബ്യൂട്ട് ചെയ്യുന്നു നോക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കറിയാം ഞാൻ യു എന്ന് കൊടുത്തു. യു ഇ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവില് 100% എനർജി ഉണ്ട്, 100 എനർജി ഉണ്ട്. അതിൽ 50 ആര്? യെസ്, ഇലക്ട്രിക് ഫീൽഡ് എനർജി കൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ബാക്കി 50 ആര്?
മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ സാധിക്കും? ഹാഫ് അല്ലേ എനർജി കൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? യെസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു യു അല്ലേ? അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി ഇതല്ലേ? യെസ്, ഇത്. അപ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഹാഫ് എപ്സിലൺ 0 ഇ സ്ക്വയർ. അപ്പോൾ ഹാഫും കൂടിയായി 1/4 ആവും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? യെസ്, 1/4 എപ്സിലൺ 0 ഇ സ്ക്വയർ. ഇനി യു ബി എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനർജി. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്താണ്? യെസ്, 1/2, അതും ഹാഫ് തന്നെ, ഇൻറ്റു 1/2 മ്യൂ 0, 1/2/μ0 ബി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? യെസ്, 1/2 1/4 ആയി. അപ്പോൾ എന്ത് വരും? 1/4 μ0 ഇൻറ്റു ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ 1/0 μ0 ഇൻറ്റു ബി സ്ക്വയർ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ടോപ്പിക്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ 7 തരത്തിലുള്ള ആൾക്കാരാണ്, വേവ്സ് ആണ് ഉള്ളത്. ഒന്ന് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേ, എക്സ്റേ ആൻഡ് ആസ് വെൽ ആസ് ഗാമ റേ. ഇനി ഈ റേഡിയോ വേവ്സ്, അതായത് ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, നമ്മുടെ റേഡിയോ വേവ്സ് തൊട്ട് ഗാമ റേ വരെ, ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. യെസ്, റേഡിയോ വേവ്സ് തൊട്ട് ഗാമ റേ വരെ പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറഞ്ഞാണ് വരും അല്ലേ? യെസ്, ഐ ആം റൈറ്റ്. ഫ്രീക്വൻസി എന്തായിരിക്കും എപ്പോഴും? യെസ്, കുറഞ്ഞാണ് വരിക. ഓക്കെ, ഫ്രീക്വൻസി കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ഈ ഒരു ഓർഡറിൽ എഴുതുന്ന സമയത്ത് വേവ് ലെങ്ത് എന്താണ്? കൂടി വരും. അതായത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേ, എക്സ്റേ, ഗാമ റേ, ഇവർക്ക് ഓരോരുത്തരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇപ്പോൾ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി ആയിരിക്കില്ല മൈക്രോവേവ്, കുറവാണ്. മൈക്രോവേവിന്റെ ഫ്രീക്വൻസി കഴിഞ്ഞ് കുറവാണ് എക്സ്റേക്ക്. എക്സ്റേന്റെ ഫ്രീക്വൻസി കഴിഞ്ഞ് കുറവാണ് ആർക്ക്? ഗാമ റേ. പക്ഷേ റേഡിയോ വേവ്സിനെ കഴിഞ്ഞും വേവ് ലെങ്ത് ആർക്കുണ്ട്? യെസ്, ചിലപ്പോൾ ഇൻഫ്രാറെഡ് വേവ്സിനുണ്ട്, ഉണ്ടാവും. പക്ഷേ ഇൻഫ്രാറെഡ് വേവ്സിനെ കഴിഞ്ഞും വേവ് ലെങ്ത് ആർക്കുണ്ട്? യെസ്, ഗാമ റേസിനുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതായത് റേഡിയോ വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നു, മൈക്രോവേവ്സ് എങ്ങനെ, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, യു വി, എക്സ്റേ, ഗാമ റേ, ഇവരൊക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. യെസ്, റേഡിയോ വേവ്സ് പറഞ്ഞാൽ വയർസിലൂടെ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ആവുന്നത്. മൈക്രോവേവ്സോ? യെസ്, വാക്യൂംസ്, അതായത് സ്പെഷ്യൽ ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നെട്രോൺസ് എന്ന് പറയുന്ന വാക്യൂം ട്യൂബ്സ് കാരണമാണ് മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ഹോട്ട് ബോഡീസിൽ ആറ്റമോസോ മോളിക്യൂൾസോ എന്ത് ചെയ്യുകയാണെങ്കിൽ, യെസ്, വൈബ്രേറ്റ് ആവുകയാണെങ്കിലാണ് ഇൻഫ്രാറെഡ് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി വിസിബിൾ ലൈറ്റോ? യെസ്, ഇലക്ട്രോൺ ട്രാൻസിഷൻ ഇൻ ആറ്റംസിന്റെ ഇലക്ട്രോൺ ട്രാൻസിഷൻ കാരണം വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ആവും. ഇനി യു വി റേസ്, സ്പെഷ്യൽ ലാംപ്സ്, അതായത് ഇലക്ട്രോൺ ട്രാൻസിഷൻ സ്പെഷ്യൽ ലാംപ്സിൽ നടക്കുന്ന സമയത്ത് യു വി റേസ് ഫോം ആവുന്നു. പിന്നെ ഹൈ എനർജി ഇലക്ട്രോൺ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ എക്സ് റേസ് ഫോം ആവുന്നു. പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻസിലൂടെയും റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയൊക്കെ ആര് ഫോം ആവുന്നു? ഗാമ റേസും ഫോം ആവും. ഓക്കെ, ഇനി യൂസസിനെ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ദാറ്റ് ഈസ് പ്രൊഡക്ഷനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ദാറ്റ് ഈസ് യൂസസ് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യെസ്, എങ്ങനെ റേഡിയോ വേവ് യൂസ് ആവുന്നു നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, യെസ്, റേഡിയോ വേവ്സ് എന്തിനു ഉപയോഗിക്കുന്നു? യെസ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നു. ഫോണിലൊക്കെ റേഡിയോ വേവ്സ് ആണ്. യെസ്, മൈക്രോവേവ്സ്, റാഡാർ സിസ്റ്റം, അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് നാവിഗേഷൻ, നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഇതുപോലെയുള്ള, അതായത് റാഡാർസിലൊക്കെ ഈ ഒരു വേവ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എർത്തിലുണ്ടാകുന്ന താപത്തിന്റെ അളവ് അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചറിന്റെ അളവ് ആരാണ്? യെസ്, മെയിൻറ്റെയിൻ ചെയ്യുക ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. ഓക്കെ,
ഇനി വിസിബിൾ ലൈറ്റ് നമുക്ക് വിഷൻ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ലാസിക് ഐ സർജറി, ഇതാ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാസിക് ഐ സർജറി, UV റേസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാസിക് ഐ സർജറി, പിന്നെ അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ എക്സ്റേ എന്തിനാണ്? യെസ്, ഡയഗ്നോസ്റ്റിക്, മെഡിസിൻ ഫീൽഡിലൊക്കെ ഡയഗ്നോസ്റ്റിക്സിന്, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ളൊരു റേ ആണ് ആര്? എക്സ്റേ. ഓക്കെ, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്കെൽറ്റൻസിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫി, സോറി ആ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്ന എക്സ്റേ കാരണം. പിന്നെ അതേപോലെ തന്നെ ഗാമാ റേ, ക്യാൻസർ സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഗാമാ റേയാണ് നമ്മൾ എന്ത് ചെയ്യുക? യെസ്, യൂസ് ചെയ്യുക. ഓക്കെ, ആൾ ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വെറും 30 മിനിറ്റും കൊണ്ട് നമ്മുടെ എക്സാമിൽ വരുന്ന, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, യെസ് നമുക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുമെന്ന് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 80 to 90% എന്തായി? കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ പല പല ആക്ടിവിറ്റീസിലൂടെയും NCERT ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പലതും അതിലൂടെയും ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.